തുടരുമെന്ന മോഹൻലാൽ ചിത്രവുമായി ബന്ധപ്പെട്ട് ഇൻസൈഡിൽ നിന്നും ചില റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് സിനിമയുമായി ബന്ധപ്പെട്ട് തന്നെ. കാരണം സിനിമയ്ക്ക് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഹൈപ്പ് നിൽക്കുമ്പോൾ സിനിമയെ മറ്റ് ചില സിനിമകളുമായി കണക്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ചില സർപ്രൈസ് മൊമെന്റുകൾ ചിത്രത്തിൽ കാണും എന്ന പ്രതീക്ഷയിലാണ് പല പ്രേക്ഷകരും ഇരിക്കുന്നത്. എന്നാൽ ഇൻസൈഡിൽ നിന്നും ലഭിക്കുന്ന ഒരു ജെനുവിൻ സോഴ്സ് പ്രകാരം ചില റിപ്പോർട്ടുകൾ വരുന്നത് ഇതൊരു എബോ ആവറേജ് കണ്ടന്റ് ആണ്. കണ്ടന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ദൃശ്യവുമായി ഇതിനെ കണക്ട് ചെയ്യരുത്. ഇത് ദൃശ്യവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രമല്ല. അങ്ങനെ നിങ്ങൾ കണക്ട് ചെയ്ത് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഡിസപ്പോയിന്റ് ചെയ്യും. എന്നാൽ കണ്ടന്റിൽ ഈ ചിത്രം നമ്മളെ ഞെട്ടിപ്പിക്കും. എടുത്തു പറയേണ്ടത് മോഹൻലാലിന്റെ കരിയറിലെ മികച്ച ഒരു പെർഫോമൻസ് ഈ ചിത്രത്തിൽ ഉണ്ട് എന്നതാണ്. ഈ അടുത്ത് കണ്ട പല ചിത്രങ്ങളിൽ നിന്നും മോഹൻലാലിനെ വ്യത്യസ്തനാക്കുന്ന ഒരു ഗംഭീര പ്രകടനം ഇതിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം. മോഹൻലാൽ ആരാധകർക്ക് ഗംഭീര മൊമെന്റുകൾ നൽകുന്ന ഒരു ചിത്രം കൂടിയായിരിക്കും ഈ തുടരുമെന്ന ചിത്രവും മോഹൻലാലിന്റെ പ്രകടനവും. ടെക്നിക്കലി ഇതൊരു സൂപ്പർ പടമായിരിക്കും. കൂടാതെ എടുത്തു പറയേണ്ടത് ജേക്സ് ബിജുയുടെ മ്യൂസിക് കൂടിയായിരിക്കും എന്നതാണ് ലഭിക്കുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ഫസ്റ്റ് ഹാഫിനേക്കാളും മുകളിൽ നിൽക്കുന്ന ഒരു സെക്കൻഡ് ഹാഫ് ഈ ചിത്രത്തിൽ ഉണ്ടാകുമെന്നും ഇൻസൈഡിൽ നിന്നുമുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ തുടരുമെന്ന ചിത്രത്തെക്കുറിച്ച് പറയാൻ കഴിയുന്നതും. ഇങ്ങനെ ഒരു ഫാമിലി ഡ്രാമ ലോ ഹൈപ്പ് ചിത്രം വരുമ്പോൾ അത് പ്രേക്ഷകരിലേക്ക് എത്തുന്നത് പല രീതിയിലാണ്. അത് ബുക്കിംഗ് തുടങ്ങിയപ്പോൾ മുതൽ നമ്മൾ കാണാൻ തുടങ്ങിയതാണ്. പ്രേക്ഷകർ ഈ ചിത്രത്തെ സ്വീകരിക്കുന്ന വിധം. സിനിമാ പ്രേമികൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് തുടരും. ഈ ചിത്രം ഒരു മൾട്ടി സ്റ്റാറർ അല്ല, സീക്വൽ ഹൈപ്പ് ഇല്ല. എന്നാലും ബുക്ക് മൈ ഷോയിൽ മണിക്കൂറിൽ 10,000-ന് മുകളിലുള്ള ടിക്കറ്റ് വിൽപ്പന നടത്തുന്നു. ഇതുതന്നെയാണ് മോഹൻലാൽ മാജിക് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രേക്ഷകർ നാലുപാട് നിന്നും എത്തുന്നത്. കോർപ്പറേറ്റ് ബുക്കിംഗ് ഇല്ല, വൻ താരനിരയോ ബഡ്ജറ്റോ ഒന്നുമില്ല, പ്രൊമോഷണൽ പരിപാടികളും ഇവന്റുമില്ല, വിപുലമായ തിയേറ്റർ ചാർട്ടിങ്ങോ റിലീസോ ഇല്ല. ബുക്കിംഗ് തുടങ്ങിയത് സിനിമ ഇറങ്ങുന്നതിന് വെറും 2 ദിവസങ്ങൾക്ക് മുൻപ്. എന്നിട്ടും തുടരും അവസാനം ഇറങ്ങിയ ബിഗ്ഗസ്റ്റ് പടത്തിനെ 24 മണിക്കൂറിലെ ബുക്ക് മൈ ഷോ സെയിൽ വെച്ച് വെറും 1 മണിക്കൂർ കൊണ്ട് മറികടന്നിരിക്കുന്നു. കാരണം ഇവിടെയുള്ളത് കലർപ്പില്ലാത്ത താരമൂല്യമാണ്. മോഹൻലാൽ എന്ന സ്റ്റാർഡത്തെ വിലയിരുത്താൻ ഇതിൽ കൂടുതൽ എന്തെങ്കിലും വേണമോ? എമ്പുരാനൊന്നും നിങ്ങൾ എടുക്കണ്ട, വെറും തുടരുമെന്ന ചിത്രം നോക്കിയാൽ മാത്രം മതിയെന്ന് പ്രേക്ഷകർ ഇപ്പോഴേ പറഞ്ഞു തുടങ്ങി. ചുരുക്കി പറഞ്ഞാൽ ലക്ഷത്തിലല്ല കോടികളിൽ ഒന്നുപോലും കാണില്ല ഇതുപോലൊരു ഐറ്റം എന്നാണ് പ്രേക്ഷകരുടെ ഇപ്പോഴത്തെ വാക്കുകൾ. കാരണം ചിത്രം പ്രീസെയിലൂടെ മാത്രം 2 കോടി മറികടന്നു എന്ന വിവരങ്ങളാണ് വരുന്നത്. അഡ്വാൻസ് സെയിൽ വേൾഡ് വൈഡിൽ 2 കോടി മറികടന്നു എന്ന വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ട് ട്രാക്കർമാർ എത്തിയിരുന്നു. മോഹൻലാലിന്റെ ഒരു ഫാമിലി പടം ഇത്രയ്ക്ക് ഗംഭീര ബുക്കിംഗ് നേടണമെങ്കിൽ അത് എന്തായിരിക്കും? തുടരും വേൾഡ് വൈഡിൽ പ്രീസെയിലൂടെ 2 കോടി കടന്നിരിക്കുന്നു. ബുക്കിംഗ് ഇന്ന് രാവിലെ മാത്രം ഓപ്പണായ സിനിമയാണെന്ന് ഓർക്കണം. ലോ ഹൈപ്പും പ്രൊഡക്ഷൻ സൈഡിൽ നിന്നും സീറോ പ്രൊമോഷനും വെച്ച് ഈ ലെവൽ പ്രീസെയിൽ അടിക്കുന്ന മോഹൻലാൽ താരതമ്യങ്ങൾക്ക് അതീതനാണ്. മലയാളത്തിൽ അയാളെക്കാൾ വലിയൊരു സ്റ്റാർ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുമോ എന്നും അറിയില്ല. സ്നേഹിക്കാനും കളിയാക്കാനും ട്രോളാനും ആഘോഷിക്കാനും ഒക്കെ മലയാളികൾക്ക് മോഹൻലാൽ തന്നെ വേണം. ഡൗൺ ആയിരുന്ന GCC ബുക്കിംഗ് വരെ ഫുൾ ത്രോട്ടിൽ പോകുന്നുണ്ട്. ഈ ട്രെൻഡ് ആണെങ്കിൽ കേരള പ്രീസെയിലിൽ തന്നെ 3 കോടി വരെ ആകുമെന്ന് ഉറപ്പിക്കാമെന്നാണ് ഇപ്പോൾ ആരാധകരുടെ വാക്കുകൾ. മോഹൻലാലിന്റെ ഒരു കുഞ്ഞ് ഫാമിലി ഡ്രാമ സിനിമ സാർ എന്നതാണ് അവരുടെ ഇപ്പോഴത്തെ അനുമാനങ്ങളും കണക്കൂട്ടലും.